Hi friends, welcome to Shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് തയ്യാറാക്കുന്ന നല്ലൊരു കുഞ്ഞു ബിസ്ക്കറ്റ് ആണ്. എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നത് മൈദാമാവ് വെച്ചിട്ടാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട്. 125 ഗ്രാമാണ്. അപ്പോൾ മൈദാമാവ് യൂസ് ചെയ്യാത്തവർക്ക് നമുക്ക് ഗോതമ്പ് മാവായാലും മതിയാവും. പക്ഷെ ഇത് രണ്ടിനും ടേസ്റ്റ് വ്യത്യാസമായിട്ടിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഓമമാണ്, അയമോദകം. അപ്പോൾ അത് 1/2 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് വേണം അത് ചേർക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇങ്ങനെ വരുന്നത്. അതിൻ്റെ പേരിലാണ് നമ്മൾ കൈ വെച്ചിട്ട് പൊടിച്ചിട്ട് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് വനസ്പതിയാണ്. നമ്മൾ ഈ ഡാൽഡ ചേർക്കുന്ന എന്തിനെന്ന് വെച്ചാൽ ഈ ബിസ്ക്കറ്റ് നല്ലതുപോലെ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡാൽഡ ചേർക്കുന്നില്ലെങ്കിൽ പകരം നമുക്ക് നെയ്യായാലും യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഓയിലൊന്നും ചേർക്കരുത്, എങ്കിൽ ആ ക്രിസ്പിനെസ് ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഡാൽഡ കൂടി പോകരുത്. 1 ടേബിൾ സ്പൂൺ അളവിൽ കൂടരുത്, എങ്കിൽ പിന്നെ അത് പൊടിഞ്ഞിട്ട് പോകും. അങ്ങനെ എങ്ങാനും നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് കൂടിയിട്ട് കുഴച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ഷുഗറാണ്. അപ്പോൾ ആ ഷുഗർ കൂടി ചേർക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കാം. നമ്മൾ ഒരുപാട് ഉപ്പൊന്നും ചേർക്കരുത്, ഒരല്പം ഉപ്പ് മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ, അതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാവ് കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ചുകൂടി കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം പരത്തിയെടുക്കില്ലേ, അപ്പോൾ ഒരു 3 ചപ്പാത്തിയുടെ മാവ് ഇങ്ങനെ മുകളിൽ വെച്ചാൽ എത്ര കനം ഉണ്ടാവും ആ ഒരു കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ചെറിയ ബോട്ടിലിൻ്റെ ക്യാപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പകുതി അളവിൽ ഓരോന്നും കട്ട് ചെയ്ത് മാറ്റണം. പകുതി മാവ് മാത്രമേ നമ്മൾ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിൽ വരാൻ പാടുള്ളൂ. ആ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ലൊരു മൂവിൻ്റെ ഷേപ്പിൽ കിട്ടും. സാധാരണ നമ്മുടെ വീട്ടിൽ സിറപ്പിൻ്റെയൊക്കെ ബോട്ടിലുണ്ടല്ലോ, നല്ല ഷാർപ്പായിട്ടായിരിക്കും ആ ബോട്ടിലിൻ്റെയൊക്കെ ക്യാപ്പ് ഉള്ളത്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടും കട്ട് ചെയ്ത് പോരും. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് അതിൻ്റെ പേരിൽ കുറച്ച് ബലം കൊടുത്തിട്ട് വേണം നമ്മളിത് പ്രസ് ചെയ്യാനായിട്ട്. ബാക്കി വരുന്ന മാവ് നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും റോൾ ചെയ്ത ശേഷം പരത്തിയതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കാം. ഇത് കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ്. നല്ലൊരു മൂണിൻ്റെ ഷേപ്പിലാണ് നമുക്കിത് കിട്ടുന്നത്. ഞാനിതിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 1 കപ്പ് മാവിൽ നിന്ന് ഇത്രയാണ് കിട്ടുന്നത്. വളരെ കുറച്ച് സ്നാക്സ് മാത്രമേ ഇതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വൈകുന്നേരം ചായയുടെ കൂടെ ഒരു സ്നാക്സും ഇല്ലയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിന് മുമ്പേ നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചായയുടെ കൂടെ ബിസ്ക്കറ്റ് റെഡിയാവും. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. നമ്മളിത് ഒരുപാട് കളറൊന്നും ചേഞ്ച് ആകുന്നത് വരെയും ഫ്രൈ ചെയ്ത് എടുക്കരുത്. ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. നമ്മളിത് എടുക്കുന്ന ടൈമിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് തണുത്തിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും പിന്നെ നമ്മുടെ സ്നാക്സ് ഉണ്ടായിരിക്കുക. നമ്മുടെ കുഞ്ഞു ബിസ്ക്കറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുത്താലും മതിയാവും. അതല്ല കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്പൈസസ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞി ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.